ഒരു എയ്ഡഡ് സ്കൂളാണ്. മാനേജ്മെന്റ് സീറ്റായി ജോലി ഒഴിവുണ്ട്. 40 ലക്ഷം രൂപ കൊടുത്താലും വേണമെങ്കിൽ നിൽക്കുക, വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ജോലി കൊടുക്കാമെന്ന്. ശരിക്കും ഈ എയ്ഡഡ് സ്കൂളിൽ സർക്കാരല്ലേ ശമ്പളം കൊടുക്കുന്നത്. സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഒരു എയ്ഡഡ് സ്കൂളിൽ 40 ലക്ഷം രൂപയോ 50 ലക്ഷം രൂപയൊക്കെ വാങ്ങിയിട്ട് ഒരു പോസ്റ്റ് കൊടുക്കുമ്പോൾ ഇത് PSC ഇടുന്നതല്ല നല്ലത്. സർക്കാർ ശമ്പളം കൊടുക്കുക, എന്നിട്ട് മാനേജ്മെന്റുകൾ പൈസ വാങ്ങുക. ഇത് പറയാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരും കഴിയില്ല. കാരണം ഈ രാഷ്ട്രീയക്കാർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ തിരിയും. എല്ലാ മതത്തിനും ഉണ്ട് ഓരോ സ്ഥാപനങ്ങൾ. അപ്പൊ ഇവർക്ക് ആർക്കും ഇത് തുറന്നു പറയാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ ഇവർ ഒറ്റ കെട്ടുമായിരിക്കും. എല്ലാവർക്കും ഏത് സംഘടനക്കാണ് സ്കൂളില്ലാത്തത്? ഈ സംഘടനകളൊക്കെ എത്ര ലക്ഷം വാങ്ങിയിട്ടാണ് ഓരോ സ്കൂൾ പോസ്റ്റ് ടീച്ചേഴ്സ് വാങ്ങുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഈ 40-30 ലക്ഷം രൂപ കൊടുത്തിട്ട് ജോലി ചെയ്തിട്ട് എങ്ങനെ ഇവർക്ക് വെക്കുക? അപ്പൊ അവർ പറഞ്ഞത് സർക്കാരിനാകുമ്പോൾ സർക്കാരാണുള്ള ശമ്പളം തന്നെ, മറ്റു ആനുകൂല്യങ്ങളുണ്ട്, പിന്നെ ലൈഫ് സേഫ്റ്റി ആയി സ്ഥലം വല്ല പ്രോപ്പർട്ടി ഒക്കെ വിറ്റിട്ട് ഒരു ജോലി അങ്ങ് വാങ്ങിക്കൊടുക്കുകയാണ്. അത് ഉറപ്പായുള്ള, കാരണം അവനവന്റെ മതസ്ഥാപനത്തിൽ ഉറപ്പായിട്ട് ജോലി കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത്തരം പ്രവണത PSCക്കൊക്കെ വിടുന്നതോട് കൂടിയിട്ട് ഇല്ലാതാക്കാൻ കഴിയും. പക്ഷെ ഇത് തുറന്നു പറയാൻ ഇന്നും കേരളത്തിൽ ഒരു രാഷ്ട്രീയക്കാരനും പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. നമ്മളിപ്പോൾ പറഞ്ഞു, ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ആരെങ്കിലും പറഞ്ഞു പോയാൽ ഇതിനൊക്കെ ഒരു മാറ്റം വരും.